ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പരമകോടിയുമാണ് ദിവ്യകാരുണ്യം അഥവാ വിശുദ്ധ കുർബാന. യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് ആത്മീയ ആഹാരമായി നൽകുന്ന സ്നേഹത്തിൻ്റെ കൂദാശയാണത്. ഈശോ സത്യമായി നമ്മോടുള്ള സ്നേഹത്താൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ സത്യം ചരിത്രത്തിൽ പലരും സംശയിച്ചതായി കാണാം. അങ്ങനെ സംശയിച്ച കാലത്ത് ഈശോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ തിരുവോസ്തിയിലും തിരുരക്തത്തിലും അവിടുന്ന് സത്യമായി വസിക്കുന്നുവെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി നൽകി. ലോകത്ത് പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അവ ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയവയാണ്. സഭ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ക്രൈസ്തവ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുരാതനമായ ദിവ്യകാരുണ്യ അത്ഭുതമാണ് ലാൻസിയാനോയിലെ സംഭവം. 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഏകദേശം AD 700 ഇറ്റലിയിലെ ലാൻസിയാനോയിലുള്ള വിശുദ്ധ ലഗോഷ്യസിന്റെയും വിശുദ്ധ ഡൊമീഷ്യസിന്റെയും നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഈ സംഭവം നടന്നത്. പതിവ് പോലെ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പണം നടക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തി വാഴ്ത്തുന്ന വേളയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബസീലിയൻ സന്യാസിയായ പുരോഹിതന് ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം രക്തമാണോ എന്ന് സംശയമുണ്ടായി. അവിശ്വാസത്തോടെ വൈദികൻ ബലിയർപ്പണം തുടർന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു എന്നും ഇത് എൻ്റെ രക്തമാകുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ പുരോഹിതൻ ഞെട്ടിപ്പോയി. കാരണം അപ്പം യഥാർത്ഥ മാംസകഷ്ണമായും വീഞ്ഞ് യഥാർത്ഥ രക്തമായും മാറി. ഈ സംഭവം ദിവ്യബലിയിൽ പങ്കെടുത്തവരിൽ അതിശയവും ആനന്ദവും ഉളവാക്കി. ഈ സംഭവത്തിന് ശേഷം രക്തം കട്ടപിടിക്കുകയും ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകളെ സൂചിപ്പിക്കുന്ന 5 വ്യത്യസ്ത രൂപങ്ങളായി മാറുകയും ചെയ്തു. പിന്നീട് ഇത് ശാസ്ത്ര ഗവേഷണങ്ങൾക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമായി. പരിശോധനകൾ നടത്തി വിദഗ്ധർ ഈ മാംസം യഥാർത്ഥ മനുഷ്യന്റെ ഹൃദയകലയാണെന്നും രക്തം AB പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്നും സ്ഥിരീകരിച്ചു. പ്രോട്ടീനുകൾ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം തുടങ്ങിയ മനുഷ്യരക്തത്തിലെ സ്വാഭാവിക ഘടകങ്ങൾ ഇതിൽ കണ്ടെത്തി. കൂടാതെ യാതൊരുവിധ കൃത്രിമ സംരക്ഷണ വസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ലെന്നും തെളിഞ്ഞു. ഓരോ ബലിയർപ്പണത്തിലും നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്തവും ശരീരവുമാണെന്ന് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ നമ്മെ കർത്താവ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ശാസ്ത്രീയ പരിശോധന ഫലം. പ്രാകൃതവും അന്ധവിശ്വാസവുമാണ് ക്രിസ്തീയ വിശ്വാസങ്ങൾ എന്ന് വാദിക്കുന്ന അവിശ്വാസികൾക്കുള്ള മറുപടിയാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും.